4 മാസത്തോളമായി തുടരുന്ന സൈനിക സംഘർഷങ്ങൾ കറുതിവരുത്തി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് യുഎസും ഇറാനും. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇരുപക്ഷവും തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ നയതന്ത്ര മുന്നേറ്റമാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാന്റെ പാർലമെന്ററി സ്പീക്കറായ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് എന്നിവർ ധാരണാപത്രത്തിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചതായി യുഎസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് വെള്ളിയാഴ്ച ഔദ്യോഗിക ഒപ്പുവെക്കൽ ചടങ്ങ് നടക്കും. 2 മാസത്തിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വ്യാപാര മേഖലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ഉലച്ച യുദ്ധത്തിന് താൽക്കാലിക ശമനമാകുന്നത്. കരാറിന്റെ പൂർണ്ണരൂപം അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുറത്തുവിടും. കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നു എന്നതാണ്. ഹോർമൂസിലൂടെ എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം ഇതിനകം ആരംഭിച്ചതായി G7 ഉച്ചകോടിക്കായി ഫ്രാൻസിലെത്തി ട്രംപ് വ്യക്തമാക്കി. വെള്ളിയാഴ്ചയോടെ കടലിടുക്ക് പൂർണ്ണമായും തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ തൽക്കാലം തുടരുമെന്നാണ് US സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഈ സമയത്തിനുള്ളിൽ തർക്കം നിലനിൽക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ പരിഹാരം കാണാനാണ് ശ്രമം. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി, കരാർ നടപ്പിലാക്കാനുള്ള പ്രായോഗിക വഴികൾ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. കരാർ പൂർണ്ണമായി വിജയിച്ചാൽ ഗൾഫ് അറബ് രാജ്യങ്ങളുടെ സഹായത്തോടെ 25 ലക്ഷം കോടി രൂപ പുനർനിർമ്മാണ ഫണ്ട് ഇറാന് ലഭ്യമാക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനായി ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ഇറാൻ ശക്തമായി പാലിക്കേണ്ടി വരും. അതേസമയം US ഇറാൻ കരാറിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രയേൽ മന്ത്രിമാർ രംഗത്തെത്തി. പുതിയ സമാധാന ധാരണകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന പ്രസ്താവനകളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കരാർ എന്തുതന്നെയായാലും ലെബനനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ മന്ത്രിമാർ വ്യക്തമാക്കി. വിഷയത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഔദ്യോഗിക പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് സൂചനകളും ഉണ്ടായിരുന്നു. ലെബനനിലെ സമ്പൂർണ്ണ വെടിനിർത്തൽ അടക്കമുള്ള നിർണായക വ്യവസ്ഥകൾ കരാറിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്താൻ USO ഇറാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആശങ്കകൾ ഇറാന്റെ രാഷ്ട്രീയവും സൈനികവുമായ വിജയത്തിന്റെ തെളിവാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവകാശപ്പെട്ടു. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ USഉം ഇറാനും ഒപ്പുവെച്ചെങ്കിലും പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നാണ് നെതന്യാഹു പറഞ്ഞത്. കരാർ ട്രംപിന്റെ തീരുമാനമാണെന്നും ഇസ്രയേലിന് തങ്ങളുടേതായ താൽപര്യങ്ങളുണ്ടെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. USനായി പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റായി JD വാൻസും ഇറാനു വേണ്ടി സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫുമാണ് ധാരണാപത്രത്തിൽ വെർച്വലായി ഒപ്പിട്ടത്. ഇതിന് പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. താനും ട്രംപും എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായമുള്ളവരല്ലെന്നാണ് വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞത്. മികച്ച കുടുംബങ്ങളിൽ പോലും ഇത്തരം വിയോജിപ്പുകൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ട്രംപും ഞാനും എപ്പോഴും ഒരേ കണ്ണിലൂടെയല്ല കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ്, ഞാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയും. ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് വിവേകത്തോടെ തന്നെ ചെയ്യേണ്ടതുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷയെ അത് ബാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധം കൈവശപ്പെടുത്താൻ സാധിക്കില്ല. ഇറാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അത് അനുവദിക്കില്ലെന്നും നെതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞു. പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും രാജ്യം പ്രതിരോധിക്കാൻ എപ്പോഴും സജ്ജമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെക്കൻ ലബനൻ, ഗാസ, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും നിലവിൽ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എത്രനാൾ ആവശ്യമാണോ അത്രയും കാലം സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അമേരിക്ക ഇറാൻ കരാറിനെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാൻ നെതന്യാഹു വിസമ്മതിച്ചിരുന്നു. പകരം തങ്ങളുടെ ശത്രുക്കൾക്ക് എതിരെ ഇസ്രയേൽ കൈവരിച്ച വമ്പിച്ച വിജയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. നിലവിലെ കരാറിന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായാണോ ഈ കരാർ രൂപപ്പെട്ടതെന്ന ചോദ്യത്തിന് ട്രംപുമായി തനിക്കുള്ള ദീർഘകാലത്തെ സൗഹൃദത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കൻ രാഷ്ട്രീയത്തെ ആഴത്തിലുള്ള അറിവും അനുഭവ സമ്പത്തും ഇത്തരം സാഹചര്യങ്ങളിൽ അത്യാവശ്യമാണെന്നും താൻ അത് ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. അതേസമയം ഇറാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ 90% അംഗങ്ങളും കരാറിനെ അംഗീകരിച്ചിട്ടുണ്ട്. ലബനനിലെ വെടിനിർത്തൽ കൂടി കരാറിന്റെ ഭാഗമാണെന്നാണ് ഇറാന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.